ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായിരുന്നു ശേഷമാണ് ഈ സാഹചര്യം. ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട്. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തുന്നവർ അടുത്തു പറയുന്ന കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനോടൊപ്പം നിന്നതാണ്. മാതാപിതാക്കൾ വേർപിരിയുന്ന ഘട്ടത്തിൽ അച്ഛനൊപ്പം തുടരുക എന്നത് മീനാക്ഷിയുടെ തീരുമാനം മാത്രമായിരുന്നു. തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തു. മഞ്ജു എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ഐക്യം പങ്കുവച്ച് കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിൻ്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. സ്ത്രീകൾക്ക് എല്ലാ കാലത്തിനും എല്ലാ അർത്ഥത്തിലും മാതൃകയാകുന്ന ഒരാൾ വിവാഹ ജീവിതം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ തൻ്റേതല്ലാത്ത ഒന്നും എടുക്കാതെ അന്തരീക്ഷത്തിലേക്ക് തലയുയർത്തി പിരിച്ചുന്നവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ശേഷം അവരുടെ ഒരു ഫോൺ കോളിൻ്റെ ഇങ്ങേ തലക്കിലെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയാണ്. അതിൻ്റെ ചുരുക്കം ഇതാണ്: ഞാൻ പോകുന്നു, ഇനിയും തുടരാനാകില്ല എന്നതുകൊണ്ട് എൻ്റേതായ ചിലത് അവിടെ മറന്നുവെച്ചു. അയാളുടേതായ ഒന്നും എടുത്തിട്ടില്ല. ഏറ്റവും വലിയ ഹൃദയവേദനയോടെ താൽക്കാലികമായെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു. കാരണം അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരാൻ ഞാൻ അങ്ങനെ പറയും. പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിപ്പെടുത്തും. അതിനപ്പുറം അയാൾ വെറുതെ ഇരിക്കില്ല. തൻ്റെ പക്ഷം ന്യായീകരിക്കാൻ മകൾക്കായി കേസ് കൊടുക്കാതേക്കാം. അതിനായി എത്ര പണവും ചെലവഴിക്കാം. അവളെ എന്നിൽ നിന്നും അടർത്തി, അവളെ എന്നിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാം. അതിനുള്ള സർവ്വ സനോഹരങ്ങളും അയാൾക്കുണ്ട്. കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതികൾ കയറിയിറങ്ങാനും അമ്മയെക്കുറിച്ച് കെട്ടിവയ്ക്കാനും ഇടയുള്ള വക്കീൽ കഥകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്നു നിൽക്കാനുള്ള സാഹചര്യം എൻ്റെ മകൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. കുറച്ചു സമയത്തെങ്കിലും ഒരു തട്ടിക്കൊണ്ടുപോകൽ അവളുടെ ജീവിതത്തിലേക്ക് എന്നേക്കും ഉണ്ടാകുന്ന മാനസിക തകർച്ച ചെറുതായിരിക്കില്ല. എന്നോടുള്ള വാശിയാണെങ്കിലും മകളെ അയാൾ കൂടുതൽ നന്നായി നോക്കും. ചെറിയ കുട്ടിയല്ലേ, നിലവിലെ സാഹചര്യങ്ങളിൽ അവളുടെ സങ്കടം പെട്ടെന്ന് മാറും. അവൾ എക്കാലത്തും സന്തോഷമായിരിക്കട്ടെ. നോക്കൂ, എത്ര സുപ്രധാനമായ ഒരു തീരുമാനമിത്. വലിയ വേദനകളോടെ അവർ തകർക്കുന്നില്ലേ. ആകാശമുട്ടെ വളർന്നു, അപ്പോഴും നിലപാടുകളിൽ നിന്ന് ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോയില്ല. ദിലീപ് താരമായി വളർന്നു. 2015 ഇരുവരും നിയമപരമായി വേർപിരിയുന്നത്. വിവാഹം ഉജ്ജനത്തിനു ശേഷം മഞ്ജു സിനിമാ രംഗത്ത് സജീവമായി. 2016 ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്തു. വിവാഹശേഷം കാവ്യ അഭിനയ രംഗത്ത് നിന്നും ഇപ്പോൾ മാറി നിന്ന് തൻ്റെ മകൾ മീനാക്ഷിക്കൊപ്പം നിൽക്കണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടാണ് അന്ന് വീടിൻ്റെ പടി ഇറങ്ങിയതെങ്കിൽ പിന്നീട് ദിലീപ് വെറുതെ ഇരിക്കില്ല. ദിലീപ് മീനാക്ഷിയെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. തൻ്റെ കയ്യിലുള്ള പണമെല്ലാം ചിലവഴിച്ചിട്ട് മീനാക്ഷിയെ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുക തന്നെ ചെയ്യും. അതിനൊന്നും നിൽക്കാതെ താൻ മാറി നിൽക്കുകയാണ് ചെയ്തതെന്ന് മഞ്ജു പറയുന്നു. തൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടി മാത്രമാണെന്നാണ് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.